നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ. അതായത് നമ്മൾ വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വാട്സപ്പിനകത്ത് പുതിയൊരു ഫീച്ചർ കാണാറുണ്ട്. നേരത്തെ അത്തരത്തിലൊരു ഫീച്ചർ ഇല്ലായിരുന്നു. ആ ഫീച്ചർ ഏതാണെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു QR കോഡിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട്. വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കിത് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ ഫീച്ചർ, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പം നമുക്ക് നേരത്തെയുള്ള ഫീച്ചർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വാട്സപ്പിനകത്ത് ഏറ്റവും മുകളിൽ ആ ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫീച്ചർ നോക്കാം. ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ആ QR കോഡിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ക്യാമറയാണ് ഓപ്പണായി വരുന്നത്. ഈ ക്യാമറയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ക്യാമറ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ക്യാമറയാണ്. അതായത് നമുക്ക് അറിയാൻ സാധിക്കും വാട്സപ്പിനകത്ത് പേയ്മെൻറ്റ് സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. ഈ പേയ്മെൻറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇവിടെ ഓൾറെഡി ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സാധാരണ ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ ATM കാർഡിനകത്തുള്ള ഡീറ്റെയിൽസുകൾ, കാർഡ് നമ്പർ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, CVV നമ്പറൊക്കെ കൊടുത്ത് നിങ്ങൾ ഇതിനകത്ത് കാർഡ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ പോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വാട്സപ്പിൻ്റെ ഈ പേയ്മെൻറ്റ്. ഏതാണോ നിങ്ങളുടെ ബാങ്ക് ഏതാണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും വെരിഫൈ എന്നുള്ളത്. നിങ്ങളുടെ സിം കാർഡ് നിങ്ങളുടെ ഫോണിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സിം കാർഡിൽ നിന്നൊരു മെസ്സേജ് ബാങ്കിലോട്ട് പോകും. അത് വെരിഫൈ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ ഗൂഗിൾ പേ പോലെ നിങ്ങൾക്ക് ഇത് പേയ്മെൻറ്റ് ഉപയോഗിക്കാൻ സാധിക്കുകയും ATM കാർഡുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കാർഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ കടകളിലൊക്കെ പോയിട്ട്, നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇതുപോലെ ഈ മുകളിൽ കാണുന്ന വാട്സപ്പിൻ്റെ മുകളിൽ കാണുന്ന ഈ QR കോഡ് ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ക്യാമറ ഓപ്പണായി വരും. കടയിലുള്ള ഷോപ്പിലുള്ള ഒരു QR കോഡ് ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് UPI പേയ്മെൻറ്റ് ഇതിനകത്ത് നടത്താൻ സാധിക്കും. അതായത് ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു QR കോഡ് സ്കാനർ ഓപ്ഷനാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലുള്ള ഈ QR കോഡ് ക്ലിക്ക് ചെയ്യുക. അതായത് ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് കടയിലുള്ള ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വാട്സപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന പുതിയ ഫീച്ചറാണ് വാട്സപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ഓർക്കുക, എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ഇത്തരത്തിൽ പേയ്മെൻറ്റ് ഉപയോഗിക്കാതിരിക്കുക. പല ആളുകളുടെയും വാട്സപ്പ് ഏത് സമയവും ഹാക്കായി പോകുന്നുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് ഹാക്കായി പോവുകയാണെങ്കിൽ ഇതൊരു സെക്യൂർ ആയിട്ടുള്ളൊരു പേയ്മെൻ്റ് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക. ഇത്തരത്തിൽ വാട്സപ്പിനകത്തൊരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ബാങ്ക് കണക്ട് ചെയ്യാതിരിക്കുക. കാരണം ഏത് സമയത്ത് നമ്മുടെ വാട്സപ്പ് ഹാക്കായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസുകൾ ചോർന്നു പോവുകയും നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം നഷ്ടപ്പെടാനൊക്കെ കാരണമാകും. അപ്പോൾ വാട്സപ്പിൽ ഗൂഗിൾ പേ പോലെ UPI പേയ്മെൻറ്റ് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.